പുല്ല് വെട്ടാൻ ആരെങ്കിലും വിളിച്ചാൽ കളക്ടറെക്കാട്ടും തിരക്കാവര്. അപ്പോൾ വിളിച്ചിട്ട് ആരും കിട്ടാത്തപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ തന്നെ വൃത്തിയാക്കാം. അതാകുമ്പോൾ എൻ്റെ ബോഡിക്ക് ഒരു എക്സസൈസ് ആവുമല്ലോ. നമുക്ക് ഒളിച്ചോടിയാലോ? നമ്മൾ തമ്മിൽ ഒരുമിക്കാൻ ഈ സമൂഹം സമ്മതിക്കില്ല. ഇവിടെ ജീവിതത്തെ പറ്റി സംസാരിക്കുമ്പോൾ അവൻ്റെ ഒരു അല്ല, പിന്നെ അവസരം കിട്ടുമ്പോൾ വേണമല്ലോ ഉപയോഗിക്കാൻ. ആ വീട്ടുകാർക്ക് അത്ര പ്രശ്നമില്ല, മെയിൻ കുഴപ്പം അമ്മാവനാ. ആ പെരട്ട തந்த അമ്മാവനോട് പോകാൻ പറയുക. കൺമുമ്പിൽ കണ്ട അയാളെ മടലോട്ട്. എല്ലാവരും സ്വന്തം കാര്യം നോക്കി മാത്രം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ കുട്ടി നമുക്കൊരു മാതൃകയാകുന്നത്. സ്വന്തമായി കറണ്ട് ഉൽപ്പാദിപ്പിച്ച് ആ കറണ്ട് കുറച്ച് ഗവൺമെൻറ്റിനും കൊടുത്ത് കാറ്റ് നാട്ടുകാർക്കും കൊടുത്ത് ആ മനസ്സ് നമ്മൾ കാണണം. തലവേദന വന്നപ്പോൾ ഞാനൊരു മരുന്ന് വാങ്ങാൻ ഈ ഡോക്ടറെ അടുത്ത് വന്നതാണ്. ഡോക്ടറാണെങ്കിൽ എന്നെ ഏതോ കട്ടിൻ്റെ അടിയിൽ നിന്ന് പിടിച്ച് തെങ്ങിന് കെട്ടിയിട്ട പോലെ എന്നെ അങ്ങോട്ട് കെട്ടിയിട്ടു. എന്നിട്ട് എന്തൊക്കെയോ ഈ ഡോക്ടർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് പഠിച്ച് പാസ്സായ ഡോക്ടറൊന്നുമല്ല, കൊറോണ കാലത്ത് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് പാസ്സായ ഡോക്ടറാണ്.